MP ആയിട്ട് MLA ആയിട്ട് വരുന്നിട്ടുണ്ടല്ലോ, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബേസിക് വ്യത്യാസങ്ങളായിട്ട് തോന്നിയത്? രണ്ട് പ്ലാറ്റ്ഫോംസാണ്. MLA എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ആണ്. യു ഹാവ് മോർ പ്രസൻസ്, മോർ എഫക്റ്റീവ്. നമുക്ക് സ്റ്റേറ്റിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ എഫക്റ്റീവായി നമ്മുടെ സാന്നിധ്യം അറിയിച്ച് നമ്മുടെ ഓണർഷിപ്പിൽ ചെയ്യാൻ പറ്റും. ഭരണം കൂടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെയ്യാൻ പറ്റും, നന്നായി ചെയ്യാൻ പറ്റും. ഓക്കെ. MP ആവുമ്പോൾ ഈ 7 നിയോജകമണ്ഡലത്തിൽ നമ്മളുടെ കൺട്രോളിലാണെന്ന് പറയാം. പക്ഷെ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റില്ല. നമുക്ക് പ്രസൻസ് അറിയിക്കാൻ പറ്റില്ല. ഫണ്ട്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ദ പ്ലാറ്റ്ഫോം യു റെപ്രസെൻറ്റ് ഇസ് മച്ച് ലാർജർ. നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റിന് വേണ്ടി ലോ ഉണ്ടാക്കുമ്പോൾ ഒരു രാജ്യത്തിന് വേണ്ടി മുഴുവനുള്ള ലോ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ആൻഡ് ദ കൈൻഡ് ഓഫ് പീപ്പിൾ യു മീറ്റ്, നമ്മൾ ഈ TV-യിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഡൈവേഴ്സാണ്. എല്ലാവരുടെയും കൾച്ചറൽ ഡിഫറൻസസും പൊളിറ്റിക്കൽ ഐഡിയോളജീസും. ഇറ്റ്സ് എ മച്ച് ബിഗർ പ്ലാറ്റ്ഫോം. യു ആർ റെപ്രസെൻറ്റിങ് ഓർ യു ആർ റേസിങ് യുവർ വോയിസ് ഇൻ എ മച്ച് ബിഗർ പ്ലാറ്റ്ഫോം. അതിൻ്റെതായ കാരണം ഈ ഫെഡറൽ സ്ട്രക്ചറിൽ 2 ടയേഴ്സ് ഉള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. ഇറ്റ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഒരു 35-ാമത്തെ വയസ്സിൽ MP ആയിട്ട് പോയപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു, നോ ഡൗട്ട്.